നമസ്കാരം. ഇടയ്ക്കൊക്കെ ഫേസ്ബുക്കിൽ പ്രത്യക്ഷപ്പെടുകയും ചില മണ്ടത്തനങ്ങളും ഹാസ്യ കോമഡികളൊക്കെ അടിച്ച് കുറച്ച് ദിവസം ഭൂമിയിൽ നിൽക്കാൻ പോലും കഴിയാതെ എയറിൽ തന്നെ നിൽക്കുന്ന പതിവ് ഒരാളുണ്ട് നമ്മുടെ നാട്ടിൽ. അത് വേറെ ആരുമല്ല, നമ്മളുടെ മുൻ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി KT ജലീലാണ്. പുള്ളിക്കാരനെ സംബന്ധിച്ചിടത്തോളം ഇത് പുള്ളിക്ക് വലിയ കാര്യമൊന്നുമല്ല. കോവിഡ് സമയത്ത് സർവ്വതും തകർന്നു നിൽക്കുമ്പോഴും അന്നത്തെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന KT ജലീൽ ക്ലിഫ് ഹൗസിൽ നിന്ന് മുഖ്യമന്ത്രി പാൽപ്പായസം കൊടുത്തുവിട്ട കഥ ഫേസ്ബുക്കിൽ ഒന്ന് കുറിച്ചിരുന്നു. അന്ന് ഡിവൈഎഫ്ഐയുടെ നേതാക്കന്മാർ കൊല്ലപ്പെട്ടൊരു സമയം കൂടിയായിരുന്നു. അങ്ങനെ കുറച്ച് ദിവസം അദ്ദേഹം എയറിലായിരുന്നു. അതിനുശേഷം കാശ്മീർ യാത്ര അദ്ദേഹം പോയി. അവിടെ ചെന്നപ്പോഴും കാശ്മീർ സന്ദർശന വേളയിൽ പാക് അധീന കാശ്മീരിനെ ആസാദ് കാശ്മീർ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് KT ജലീൽ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടു. അത് അന്ന് വന്ന വിവാദത്തിന് ഒരു കൈയും കണക്കുമില്ല എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. കേസുകളായി, ബഹളങ്ങളായി, പ്രതിഷേധങ്ങളായി. അതിനുശേഷം EDയുടെ റഡാറിലായിരുന്നു കുറച്ച് ദിവസം KT ജലീൽ. അതിനുശേഷം വലിയ പോസ്റ്റുകളൊന്നും KT ജലീലിൻ്റെ ഫേസ്ബുക്കിൽ കണ്ടില്ല. കാരണം EDയുടെ ഓഫീസിൽ കയറി ഇറങ്ങുന്നു, ചോദ്യം ചെയ്യുന്നു, അതിൻ്റെയൊക്കെ തിരക്കിലായിരുന്നു KT ജലീൽ. ED മൊത്തത്തിൽ ഒന്ന് KT ജലീലിനെ വളഞ്ഞു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് പടിവാതിൽക്ക് നിൽക്കെ ഇടതുപക്ഷ സർക്കാരെന്നും ഇടത് ക്യാമ്പിനും കരുത്ത് പകർന്നുകൊണ്ട് KT ജലീലിൻ്റെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് വന്നിരിക്കുകയാണ്. ആ പോസ്റ്റ് എന്താണെന്ന് നമുക്ക് നോക്കാം. LDF ആശയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്ന സർക്കാർ രാജ്യത്ത് അധികാരത്തിൽ വരുമെന്നാണ് KT ജലീൽ MLA ഫേസ്ബുക്കിൽ കുറിച്ചിരിക്കുന്നത്. ഇടതുപക്ഷത്തിന് അനുകൂലമായ കാറ്റാണ് കേരളത്തിൽ വീശാൻ പോകുന്നതെന്നും തങ്ങൾ അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ എല്ലാ കരിനിയമങ്ങളും അറബിക്കടലിൽ മുക്കി താഴ്ത്തുമെന്നുമാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ്. പൗരത്വ നിയമത്തിലെ മത മാനദണ്ഡവും എടുത്തു കളയുകയും തടങ്കൽ പാളയങ്ങൾ ഭവനരഹിതർക്ക് താമസിക്കാനുള്ള സത്രങ്ങളാക്കുകയും കാശ്മീരിൻ്റെ പ്രത്യേക അവകാശം പുനഃസ്ഥാപിക്കും എന്നും സിവിൽ കോഡുകൾ റദ്ദാക്കുമെന്നും NIAയുടെ നിയമത്തിലെ ഭേദഗതികളെല്ലാം തന്നെ ഒരു മാറ്റം വരുത്തുമെന്നുമാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. മുത്തലാഖ് നിയമത്തിലെ അപാകതകൾ പരിഹരിക്കുമെന്നും ജുഡീഷ്യറിയെ ശക്തിപ്പെടുത്തുമെന്നും മധ്യകാല ചരിത്രം ശരിയാം വിധം പുതുതലമുറയെ പഠിപ്പിക്കുമെന്നും ഗാന്ധിജിയുടെ ഇന്ത്യയെ പുനഃസൃഷ്ടിക്കുമെന്നും മതവൈര്യം ഇല്ലാതാക്കുമെന്നും പട്ടിണി മാറ്റുമെന്നും ദാരിദ്ര്യമൊക്കെ തുടച്ചു നീക്കുമെന്നുള്ള വാഗ്ദാനങ്ങളാണ് KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇടതുപക്ഷത്തിന് ആകെയുള്ള സീറ്റും ഭരണവും കേരളത്തിൽ മാത്രമാണുള്ളത്. അത് ഒരു സംശയമില്ലാതെ തന്നെ നമുക്ക് പറയാം. അന്ന് ആകെ ഉണ്ടായിരുന്നത് ത്രിപുരയിലായിരുന്നു. അന്നിപ്പോൾ അവിടെ അരിവാൾ ചുറ്റിക തന്നെ കാണാനില്ല. എങ്ങും താമരയും BJPയുടെ കൊടികളും മാത്രമാണ് നമുക്കിപ്പോൾ അവിടെ കാണാൻ പറ്റുന്നത്. KT ജലീലിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റ് അക്ഷരാർത്ഥത്തിൽ പാർട്ടിക്ക് തന്നെ ഒരു ഊർജം നൽകുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സ്വന്തം പാർട്ടിക്ക് ഇട്ട് തന്നെ സെൽഫ് ഗോൾ അടിച്ചതാണോ അതോ ചിഹ്നം നഷ്ടപ്പെടുമെന്ന വിഷമത്തിൽ പാർട്ടിക്ക് ഇട്ട് തന്നെ ട്രോളിയതാണോ എന്ന് ഇനി വരുന്ന ദിവസങ്ങളിൽ കാണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. എന്നിരുന്നാലും ഫേസ്ബുക്ക് പോസ്റ്റ് KT ജലീലിൻ്റെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് ഇടതുപക്ഷത്തിന് ഊർജം നൽകുന്നതിൽ പറയാൻ സാധിക്കും. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.